UPSC പ്രിപ്പറേഷൻ ഇറങ്ങുന്ന ആളുകളോട് ആദ്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് വായിക്കണം എന്ന് പഠിക്കുന്നതിന് മുമ്പേ എന്ത് വായിക്കരുത് എന്ന് പഠിക്കണം എന്നാണ്. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും സംശയങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് ന്യൂസ് പേപ്പർ വായിക്കാം. ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ഒരുപാട് ന്യൂസുകൾ അതിൽ കാണും. ഈ ന്യൂസുകളിൽ ഏതാണ് വായിക്കേണ്ടത്, ഏതാണ് നോട്ട് എഴുതേണ്ടത് എന്നൊക്കെ തുടങ്ങി ഒരുപാട് സംശയങ്ങൾ അതിലുണ്ടാകും. ഇനി NCERT ടെക്സ്റ്റ് ബുക്കുകളെ വായിക്കുന്നത് വിചാരിച്ചോ, അപ്പോഴും ഈ പ്രശ്നം മുന്നിൽ വരും. ഇനി ലക്ഷ്മികാന്ത് പോലത്തെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് വായിക്കുമ്പോഴും എന്താണ് ഇതിൽ നിന്ന് ക്യാച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് മിസ്സാവും. നിങ്ങൾ 80-20 റൂള് കേട്ടിട്ടുണ്ടാവും. പാരറ്റോ പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. ഏതൊരു പരീക്ഷയ്ക്കും 20% സിലബസിൽ നിന്നാണ് 80% ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക എന്നാണ് പറയുന്നത്. ഇത് പല കാര്യത്തിലും നമുക്ക് ശരിയാണെന്ന് തോന്നും. പക്ഷെ പ്രശ്നം എവിടെ കിടക്കുന്നത്, ഈ 20% 20% സിലബസ് നമുക്ക് കണ്ടെത്താൻ കഴിയണം. ആ 80% പോയിന്റുകളും 80% സ്കോറും കിട്ടാവുന്ന 20% സിലബസ് ഏതാണെന്ന് കണ്ടെത്താൻ കഴിയണം. അതെങ്ങനെ കണ്ടെത്തും? അതാണ് ചോദ്യം. അതിന് ചില വഴികളുണ്ട്. ഒന്ന്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തറോ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഒരു 10 വർഷത്തെങ്കിലും പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. അങ്ങനെ കൃത്യമായിട്ട് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അവസാനം നമുക്ക് തന്നെ മനസ്സിലാകും ഇന്ന ടോപ്പിക്കിൽ ഇങ്ങനെയാണ് UPSC ചോദിക്കുക. രണ്ടാമത്തത്, ഇന്ന ടോപ്പിക്കുകളാണ് പ്രധാനപ്പെട്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇനി രണ്ടാമത്തെ നമ്മുടെ ഗൈഡ് എന്ന് പറയുന്നത് ആരാണ്? സിലബസ്. UPSC ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഒന്നും തന്നിട്ടുണ്ടാവില്ല. UPSCയുടെ സിലബസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1-2 ലൈനുകൾ മാത്രമേ സബ്ജക്റ്റിലുണ്ടാകാം. അപ്പൊ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് മനസ്സിലാക്കുക? അതിനെ എക്സ്പേർട്ട് ആയിട്ടുള്ള നമ്മളെ പോലത്തെ ആളുകൾ തയ്യാർ ചെയ്ത ഡീറ്റെയിൽഡ് സിലബസ് ഉണ്ട്. ഓരോ ടോപ്പിക്കിലും ഏതൊക്കെ ഭാഗങ്ങളാണ്, ഓരോ സബ്ജക്റ്റിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് വരിക എന്നുള്ളത് കഴിഞ്ഞ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് എക്സ്പേർട്ടുകൾ തയ്യാർ ചെയ്ത, പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി എക്സ്പേർട്ടുകൾ തയ്യാർ ചെയ്ത ഇത്തരത്തിലുള്ള ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ട്രൂ ഗൈഡ് ആരാണെന്ന് ചോദിച്ചാൽ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഇനി മൂന്നാമത്തത്, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ, ഏത് ടോപ്പിക്കാണോ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത് എന്നുള്ളത് ആദ്യമേ നമ്മൾ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യണം? ഇപ്പൊ NCERTയുടെ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണ്. ഈ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ ലാസ്റ്റ് പേജിൽ അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിൻ്റെയും ബാക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ടാണ് നമ്മൾ ഈ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ചാപ്റ്റർ വായിക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം? ഈ ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്കൊരു ഐഡിയ ഉണ്ട് ഇന്നതൊക്കെയാണ് ചോദിക്കുന്നതെന്ന്. ആ ഉത്തരം കണ്ടെത്താനുള്ള ഒരു വായനയായിരിക്കും പിന്നെ നിങ്ങൾ നടത്തുന്നുണ്ടാകുക. എങ്ങനെയാണ് ഒരു പുസ്തകം വായിക്കേണ്ടതെന്ന് വേറെ തന്നെ ടോപ്പിക്കാണ്, അത് പിന്നെ പറയാം, അല്ലെങ്കിൽ വേറൊരു വീഡിയോയിൽ പറയാം. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുകയാണെങ്കിലും മെറ്റീരിയൽസ് റീഡിങ്ങിനാണെങ്കിൽ ചില ആളുകൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഓൺലൈനായിട്ട് കുറേ വായിക്കും. അതുകൊണ്ട് ഒരു കാര്യമില്ല. എന്ത് വായിക്കുകയാണെങ്കിലും അത് റിവിഷൻ നടത്താൻ പാകത്തിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് വായിച്ചിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കണം. UPSC പ്രിപ്പറേഷൻ ഇറങ്ങുന്ന ആളുകളോട് ആദ്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് വായിക്കണം എന്ന് പഠിക്കുന്നതിന് മുമ്പേ എന്ത് വായിക്കരുത് എന്ന് പഠിക്കണം എന്നാണ്. കാരണം അത്രയും മെറ്റീരിയൽസ് മാർക്കറ്റിലുണ്ട്. ഇതൊക്കെ കൂടെ വായിച്ചു തീർക്കാനൊന്നും നമുക്ക് കഴിയില്ല. എക്സാമ്പിൾ, 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വായിക്കണം എന്നാണ് പൊതുവെ പറയാം. അങ്ങനെ വായിച്ച് അതിൽ നിന്ന് നോട്ട്സ് ഉണ്ടാക്കി അത് പഠിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലൈഫ് തീർന്നു പോകും. റൈറ്റ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെലക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ വായിക്കേണ്ടത്. എല്ലാവരും ഒരേപോലെ എല്ലാം വായിക്കേണ്ടതും ആവശ്യമില്ല. നല്ല സ്കൂളിംഗ് ഒക്കെ കിട്ടിയ കുട്ടികളാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിലുള്ള കാര്യങ്ങളെ വായിക്കേണ്ടുള്ളൂ. ബേസിക് ലെവൽ മിക്കവാറും അവർക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ചില സബ്ജക്റ്റുകൾ സ്കിപ്പ് ചെയ്യാൻ പറ്റും, ചില ടോപ്പിക്കുകൾ സ്കിപ്പ് ചെയ്യാൻ പറ്റും. പലതും ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാകും, ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ മനസ്സിലാക്കി നല്ല ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് UPSC എക്സാമിന് വേണ്ടി, പ്രിപ്പറേഷന് വേണ്ടി ഇറങ്ങേണ്ടത്. ഓൾ ദി ബെസ്റ്റ്. നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആ ഗോൾഡൻ ലെറ്റേഴ്സ് IAS, IPS, IFS പോലത്തെ ഗോൾഡൻ ലെറ്റേഴ്സ് നിങ്ങളുടെ പേരിൻ്റെ കൂടെ ചേർത്തൊന്ന് പറഞ്ഞു നോക്കൂ.
അതിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. ഓക്കെ, സി യു ഓൾ, താങ്ക് യു.